വിടവാങ്ങലിന് ശേഷം അദ്ദേഹം പറഞ്ഞത് മെസ്സിയും റൊണാൾഡോയും കളിക്കുന്ന പോലെയാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തുകൊണ്ട് പാർലമെൻ്ററി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയതെന്നാണ്. അത്രമാത്രം അഗാധമായ അടുപ്പം സീതാറാമായിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളുടെ പരിഭാഷകനായി പാർട്ടി സമ്മേളനങ്ങളിലും പൊതുയോഗങ്ങളിലും എല്ലാം ഒപ്പം സഞ്ചരിക്കാൻ സന്ദർഭം ലഭിച്ചിട്ടുണ്ട്. ഏതൊരാളോടും തുല്യതയോടുകൂടി പെരുമാറാൻ സീതാറാമിന് കഴിഞ്ഞിരുന്നു. ഇന്ത്യയിലെ ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും ഉയർന്ന വ്യക്തിത്വങ്ങളുമായി വളരെ ആഴത്തുള്ള ബന്ധമുണ്ടായിരുന്നു. പാർലമെൻറ്റിൽ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ അദ്ദേഹം കാണിക്കുന്ന വൈഭവമെല്ലാം ഞങ്ങൾ വളരെ ഇതോടുകൂടി തന്നെ അത്ഭുതത്തോടുകൂടി നോക്കി നിന്നിട്ടുണ്ട്. അത്രമാത്രം ആഴത്തുള്ള ബന്ധമുണ്ടായിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മതനിരപേക്ഷമായ പങ്കിനെ ഉയർത്തിപ്പിടിക്കുന്നതിൽ അദ്ദേഹം വഹിച്ചിട്ടുള്ള പങ്ക് നിസ്തുലമാണ്. അങ്ങനെ ഒരാൾ ഇനി പെട്ടെന്നൊരു ശൂന്യത നമ്മുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഏറെ വേദനാജനകമാണ് വ്യക്തിപരമായും പാർട്ടിക്കും സമൂഹത്തിനും സീതാറാമിൻ്റെ വിടവാങ്ങലെന്നുള്ളത്. സീതാറാം യെച്ചൂരിയെ മന്ത്രി പി രാജീവ് അനുസ്മരിക്കുകയായിരുന്നു.